കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട 2 വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നായിട്ടുള്ള ലോട്ടറി ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ലോട്ടറി എടുക്കാറുണ്ടോ? അപ്പൊ ഞാനിത് വാങ്ങിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള 2 ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് പ്രൈസ് അടിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഒന്നല്ല ഇത് പോയിട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ 2 ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് വളരെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വയ്യാത്ത ആളുകളോ അങ്ങനത്തെ ആളുകൾക്കായിരിക്കും പലപ്പോഴും ഇത് വിൽക്കുന്നുണ്ടാവുക. ഞാൻ കടയിൽ നിന്ന് കൂടുതലും വാങ്ങിക്കാറില്ല, വാങ്ങിക്കുന്ന കൂടുതൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കുന്ന അവരുടെ അടുത്തുനിന്നാണ്. അപ്പൊ അവർക്കൊരു വരുമാന മാർഗ്ഗമാണല്ലോ, അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശമാണ് പ്രധാനപ്പെട്ടത്. അതായത് നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ഇപ്പൊ 70 ലക്ഷമാണല്ലോ, ഇത് അടിക്കും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ നമുക്ക് എന്താണ്, സ്വപ്നം കാണാൻ പറ്റും. അതായത് നമുക്ക് വലിയൊരു കാറ് വാങ്ങിക്കാം, നമുക്കൊരു വീട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറെ വിദേശ ട്രിപ്പുകൾ പോവാം, അല്ലെങ്കിൽ കുറെ ഡ്രസ്സ് എടുക്കാം, ഫുഡ് കഴിക്കാം, അങ്ങനെ ഒരുപാട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാം, പിന്നെ കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിക്കാം. അങ്ങനെ പല പല ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കും. ആ സ്വപ്നത്തിന്റെ ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ, അതായത് ഇത് ഡ്രോ എടുക്കുന്ന 3 മണി വരെയാണ്. 3 മണിക്കാണ് ഡ്രോ എടുക്കുന്നത്. അപ്പൊ അതുവരെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ആ ഒരു ഉദ്ദേശമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്.